എന്താ റിയാക്ഷൻ ഇട്ടത്? ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് കേക്കാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. കം ഓൺ ഗൈസ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ബട്ടറും ഒരു ജാറിലെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഗ്രൈൻഡ് അല്ല ഒരു ക്രഷ് ചെയ്തിട്ട് പൗഡർ ഫോമിൽ എടുത്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഫ്രഷ് ക്രീമും കൂടെ കുറച്ച് ബട്ടറും മെൽറ്റഡ് ബട്ടറും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 സ്പൂൺ ക്രീം ചീസ്, 2-3 സ്പൂൺ ക്രീം ചീസ് ഞാൻ ആഡ് ചെയ്യാണ്. ഇതൊക്കെ കൂടെ നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചോക്ലേറ്റ് ക്രീം ചീസ് കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാറോ ബൗളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുക്കാം. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് ബിസ്ക്കറ്റും ബട്ടറും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിനി ഇതാണ് നമ്മളെ കേക്കിൻ്റെ ബേസ് ലെയറായിട്ട് വരിക. ഇത് നമുക്ക് നല്ലോണം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് നമ്മൾ ലെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നല്ലോണം പ്രസ് ചെയ്ത് നമുക്ക് ലെയർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ലെയർ ചെയ്യണം. അപ്പം ഞാനിത് നല്ലോണം ക്രീം ചീസും കണ്ടൻസ്ഡ് മിൽക്കും മെൽറ്റഡ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്. ഇനി നമുക്കത് ക്രഷ് ചെയ്ത് വെച്ച അതിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്നും കൂടെ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മെൽറ്റഡ് ചോക്ലേറ്റ് ലെയർ ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടോബ്ലറോണിൻ്റെ ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് എന്ത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായി പോയി, ഞാൻ കുറച്ച് നേരമായി ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് തിക്കാവാൻ പോവാണ്. അപ്പോൾ നമുക്കിത് ലെയർ ചെയ്യാം. ഇത് ലെയർ ചെയ്തതിന് ശേഷം നല്ലോണം എല്ലാ സൈഡിലും ഒക്കെ എത്തുന്നത് ശ്രദ്ധിക്കാം. അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രീസൊക്കെ ചെയ്തു കുറച്ചൊരു 1-2 hours ആയിട്ടോ. അപ്പം നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഓപ്പൺ ചെയ്തപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നല്ല അടിപൊളി ലുക്കായിരുന്നു. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആക്ച്വലി 2-3 വീഡിയോസ് കണ്ടു. പിന്നെ എൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ച പോലെ അങ്ങ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, കേക്കല്ലേ, നമുക്ക് സ്പൂൺ വെച്ച് കോരി തിന്നാം എന്നുള്ളൊരു നിഗമനത്തിൽ ഞാൻ എത്തി. കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കട്ട് ചെയ്യുമ്പോൾ ലെയറൊക്കെ സെപ്പറേറ്റ് ആയി പോകുന്നുണ്ടായിരുന്നു. കേക്ക് ട്രൈ ചെയ്യാം. ഇത് ഡ്രീം കേക്ക് അല്ല കേട്ടോ. കാണാൻ ഏകദേശം ഡ്രീം കേക്കിനെ പോലെ ഉണ്ട്, പക്ഷെ ഇത് ഡ്രീം കേക്ക് അല്ല, ഇത് ചീസ് കേക്കാണ്. എന്താ റിയാക്ഷൻ ഇട്ടത്? ഇത് ഡ്രീം കേക്കിന്റെ ടേസ്റ്റ് തന്നെ ആയിപ്പോയി ഗൈസ്. ചീസ് കേക്ക് അല്ല, ഞാൻ ചീസ് കേക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് ഡ്രീം കേക്ക് പോലെ തന്നെ തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഇത് കുറെയൊക്കെ എൻ്റെ റെസിപ്പിയാ. നിങ്ങൾ തന്നെ ഇങ്ങനെ തിന്നാ എനക്ക് തരണ്ട. നല്ല രസമുണ്ട്. ടോബ്ലറാണ് ടേസ്റ്റ്. ഡ്രീം കേക്കിന്റെ ടേസ്റ്റാ. ടോബ്ലറാണ് ടേസ്റ്റ്.
ചീസിന് ടേസ്റ്റ് വരുന്നില്ലല്ലോ. ആ ചീസിന് ടേസ്റ്റ് വരുന്നില്ല guys. ഒന്നുകൂടെ ചീസ് പാളിപ്പോയി. നല്ല പരീക്ഷണം. ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് എന്റെ റെസിപ്പി, അതുകൊണ്ട് പാളിപ്പോയി ഗൈസ്. അത് ശരി, യൂട്യൂബ് നോക്കിയില്ല? കുറച്ച് യൂട്യൂബ് റെഫറൻസും പിന്നെ കുറെയൊക്കെ എന്റെ തട്ടിക്കൂട്ടൽസും. നിങ്ങളിത് ട്രൈ ചെയ്യണോ വേണ്ടോന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞോ, ട്രൈ ചെയ്യട്ടില്ലാരും. ഇടയ്ക്ക് അവർക്കെല്ലാം സൂപ്പർ ടേസ്റ്റ് കിട്ടിയാലോ. ട്രൈ ചെയ്ത് എടാ, ഇതിങ്ങനെ ഇടയ്ക്ക് എനക്ക് താകുത്തി. ചീസിന്റെ ടേസ്റ്റ് ഇപ്പം വരുന്നുണ്ട്. അയ്യോ ഗൈസ്, പാളിപ്പോയിട്ടില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇവള് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല അല്ലേ? ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ പീസായിട്ടൊക്കെ വരുന്ന പോലെയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഡ്രീം കേക്ക് പോലെ ഇങ്ങനെ കോരി എടുക്കേണ്ട അവസ്ഥ. എൻ്റെ അങ്ങനെ സെറ്റായില്ല. ആക്രാന്തം കൊണ്ട് നേരത്തെ എടുത്തതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനോട് പറഞ്ഞില്ലേ നാളെ എടുക്കണം. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതാണ് പ്രശ്നം. പീസായി കിട്ടുന്നില്ല. സ്പൂൺ കൊണ്ട് കോരി എടുക്കണം. ഇങ്ങനെ ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പീസായി കിട്ടണ്ടേ, അങ്ങനെ കിട്ടിയില്ല. എനിവേസ്, ഉണ്ടാക്കിയതല്ലേ, കഷ്ടപ്പെട്ടിട്ട് നമ്മളത് തീർക്കും. വേണോ? അടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടിയിലത്തെ സാധനം കുറച്ചധികം സെറ്റായി പോയി ഗൈസ്. അപ്പം ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നന്നാവോ ഇല്ലയോന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഫ്ലോപ്പായി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ലുക്കില്ലാന്നില്ല, ലുക്കും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. പീസായി കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നന്നാവുകയാണെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറയൂ. ഞാൻ എന്തൊക്കെ മോഡിഫിക്കേഷൻസാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കൂ. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ.